കാസർഗോഡ് നഗരസഭയും 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിന്റെയും മത്സ്യമാർക്കറ്റിന്റെയും നവീകരണത്തിന് 10 കോടി രൂപ വീതം വകയിരുത്തിയ ബജറ്റാണ് വൈസ് ചെയർമാൻ KM ഹനീഫ് അവതരിപ്പിച്ചത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 143 കോടി 2,09,322 രൂപ വരവും 126 കോടി 65,79,300 രൂപ ചെലവും 16 കോടി 36,30,022 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് കാസർഗോഡ് നഗരസഭയുടെ 2026-27 വർഷത്തെ ബജറ്റ്. ജനോപകാരപ്രദമാകുന്ന പൊതുപദ്ധതികളും ഒപ്പം ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, സാംസ്കാരിക മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ളതുമാണ് ചെയർപേഴ്സൺ ഷാഹിന സലീമിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ്. ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ KM ഹനീഫാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കാസർഗോഡിലെ പ്രിയ കവി T ഉബൈദ് മാഷിന്റെ പോക നാം മുന്നോട്ട്, പോക നാം വൈകിടല്ല, വേഗവേഗം പോക നാം എന്ന കവിതാവരികൾ ആലപിച്ചുകൊണ്ടാണ് ഹനീഫ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. നഗരസഭയുടെ 2026-27 വർഷത്തെ ബജറ്റ് നഗരസഭയുടെ സമഗ്ര വികസനത്തിനും പൊതുജനക്ഷേമത്തിനും മുൻഗണന നൽകുന്നതാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, കർഷകക്ഷേമം, വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം മുതലായ സമസ്ത മേഖലയിലെയും വികസനത്തിന് ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് നഗരസഭയുടെ പുതിയ ഭരണസമിതി വിഭാവനം ചെയ്യുന്നത്. പുതിയൊരു നഗരത്തെ വാർത്തെടുക്കുക എന്ന ദീർഘവീക്ഷണത്തോടെ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് നടപ്പിലാക്കാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ ലക്ഷ്യം കൈവരിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. പുതിയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും പഴയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും മുനിസിപ്പൽ ടൗൺ ഹാളിന്റെയും മുനിസിപ്പൽ മത്സ്യമാർക്കറ്റിന്റെയും മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെയും മുനിസിപ്പൽ ഓപ്പൺ എയർ തിയേറ്ററിന്റെയുമെല്ലാം നവീകരണത്തിനും പുനരുദ്ധാരണത്തിനുമായി നൂതന പദ്ധതികളാണ് ബജറ്റിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഓരോ വാർഡുകളിലേക്കും 8 ലക്ഷം രൂപ വീതമാകെ 3 കോടി 12 ലക്ഷം രൂപ വകയിരുത്തി. കാസർഗോഡ് നഗരത്തിന്റെ ശാപമായി തീർന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനു വേണ്ടി നായക്സ് റോഡ്, MG റോഡ്, ഫോർട്ട് റോഡ്, മഡോണ സ്കൂൾ റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകളുടെ നവീകരണത്തിനും തുക നീക്കിവെച്ചിട്ടുണ്ട്. കൂടാതെ തെരുവുവിളക്ക് വൈദ്യുതി ചാർജ് ഒടുക്കൽ, തെരുവുവിളക്ക് വൈദ്യുതി ലൈൻ ദീർഘിപ്പിക്കൽ എന്നിവയ്ക്കു വേണ്ടിയും തുക അനുവദിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആധുനിക രീതിയിൽ പുതുക്കി പണിയുന്നതിനായി ആദ്യഘട്ടം എന്ന നിലയിൽ 10 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. വിശദമായ DPR തയ്യാറാക്കിയായിരിക്കും ഇതിൻ്റെ പ്രവൃത്തികൾ. സംസ്ഥാന ഫിഷറീസ് ബോർഡിൻ്റെ സഹായത്തോടെ മത്സ്യമാർക്കറ്റ് ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിക്കാനുള്ള സത്വര നടപടികളും സ്വീകരിക്കും. ഇതിനുവേണ്ടിയും ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിനായി 7 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. നഗരത്തിലെ ഒറ്റത്തോൾപ്പാലത്തിന് കീഴിലുള്ള സ്ഥലം ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതിയോടെ നടപടി സ്വീകരിക്കുമെന്നും പാർക്കിംഗ് കിയോസ്കുകൾ, ഓപ്പൺ ജിം, ചിൽഡ്രൻസ് പാർക്ക്, ഗെയിം ഏരിയകൾ എന്നിവ സ്വകാര്യ നിക്ഷേപകരുടെ സഹകരണത്തോടെയും നഗരസഭ സ്വന്തം നിലയ്ക്കും സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ഥിരമായ ബിസിനസ് ഫെയറുകളും സംഘടിപ്പിക്കും. നഗരസഭയുടെ കീഴിൽ മ്യൂസിയവും ആർട്ട് ഗ്യാലറിയും നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡ് ക്രോസ് റോഡിനെ വാക്കിംഗ് സ്ട്രീറ്റായും തളങ്കര പടിഞ്ഞാറിലെ പാർക്കിനെ ടൂറിസം സ്പോട്ടാക്കിയും മാറ്റും. DTPCയുടെ സഹായത്തോടെ തുരുത്തി, നെല്ലിക്കുന്ന്, ലൈറ്റ് ഹൗസിന് മുൻവശം തുടങ്ങിയ 4 സ്ഥലങ്ങളിൽ വിനോദസഞ്ചാര ഹബ്ബുകൾ സ്ഥാപിക്കാനും നീക്കിയിരിപ്പുകളുണ്ട്. ഇങ്ങനെ സമഗ്രമായ മാറ്റത്തിനും മുന്നേറ്റത്തിനുമുള്ള പദ്ധതികളാണ് കാസർഗോഡ് നഗരസഭ ഇത്തവണത്തെ ബജറ്റിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഭരണസമിതിയിലെ സ്ഥിരം സമിതി ചെയർമാൻമാരും ചെയർപേഴ്സൺമാരും കൗൺസിൽ അംഗങ്ങളും സെക്രട്ടറിയും ജീവനക്കാരും മാധ്യമപ്രവർത്തകരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.